ഇത് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ഹണിമൂണാണ്. ഞാൻ ഹണിമൂണിന് വന്നേക്കുന്നത് മോറിക്കാപ്പ് റിസോർട്ട് വയനാട്ടിലാണ്. ആദ്യം വന്ന് കയറിയപ്പോൾ തന്നെ ഫുഡ് അങ്ങോട്ട് തട്ടി. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. ഫുഡ് ആദ്യമേ കഴിച്ചു. കുറേ കേക്ക്, ഡെസേർട്ട്, കുറേ ഫുഡ് ഉണ്ടായിരുന്നു. ബുഫേ പോലെയായിരുന്നു. അവിടെ നിന്നൊക്കെ എടുത്ത് കഴിച്ച് നേരെ റൂമിലേക്ക് നടക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസം, നല്ലൊരു സമാധാനം, പീസ്ഫുള്ളായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും. പിന്നെ നേരെ പോയി റൂം തുറന്നു. ഞങ്ങൾ പൂളുള്ള റൂമല്ല എടുത്തിരുന്നത്, നോർമലായിട്ടുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് നല്ല ഫീവറൊക്കെ ആയതുകൊണ്ട് പൂളിൽ ചാടാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും ഞാൻ ദേ റൂമിൻ്റെ ബാൽക്കണി സൈഡൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു. ഇവിടേക്ക് ഇരുന്ന് നല്ല തണുപ്പത്തൊരു ചായ കുടിച്ചാൽ ഇത് തുറന്നു കഴിയുമ്പോൾ നല്ല കിളികളുടെ സൗണ്ടും കാടിൻ്റെ ചീവീടുകളുടെയൊക്കെ ഒരു സൗണ്ടും ഭയങ്കര സമാധാനമായിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ അവിടെ ഇരുന്ന് ഇട്ട് കുടിച്ച് പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ സംസാരിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. പിന്നെ അവിടെ ഫുള്ള് ചുറ്റി കാണാനായിട്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി വീണ്ടും പുറത്തേക്കൊന്ന് ഇറങ്ങി കാണാനായിട്ട്. ഇവിടെ അടുത്തടുത്താണ് റൂംസൊക്കെ. അപ്പോൾ ഓരോ റൂമിൻ്റെ നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. നല്ല രസമാണ്. ഓരോ റൂമും ഓരോ ഡിഫറെൻ്റാണ്. അങ്ങനെ ഞാൻ ആക്ടിവിറ്റി സെക്ഷനിലേക്ക് വന്നു. ഹായ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തുള്ളണ സന്ധ്യ കയറി തുള്ളണം, അതിൻ്റെ സന്തോഷത്തിലാണ് ഗൈസ് ഞാൻ. കുറേ തുള്ളി. അങ്ങനെ ഞാൻ ഈ ഊർന്നിറങ്ങണ സാധനത്തിലേക്ക് ഇറങ്ങി. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. വെറുതെ അതിൽ വന്ന് നേരെ വന്ന് ഒറ്റടിയായിരുന്നു അവിടെ കാല്. എനിക്ക് തന്നെ നല്ല വേദന എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഡ്രസ്സൊക്കെ മാറി വന്ന് പിന്നെ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പുറത്തേക്ക് വന്നേക്കുക. അങ്ങനെ ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് ഗൈസ്. എന്ത് രസമാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. മനസ്സിന് തന്നെ ഒരു സമാധാനം. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗണ്ടൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സമാധാനം കേട്ടോ. മൗണ്ടൻസ്, പിന്നെ അതൊക്കെ കാണുമ്പോൾ, കടൽ, മല, അതൊക്കെ കാണുമ്പോഴാണ് എൻ്റെ സമാധാനം കിട്ടണത്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. വീഡിയോ എടുക്കാനായിട്ട് മാമനും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് കിടന്നു. അപ്പോഴാണ് അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ടെന്ന് കേട്ടത്. എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ സിപ്പ് ലൈൻ കയറാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എനിക്ക് പേടിയായിട്ടും ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനത്തിലേക്കൊക്കെ പോകണേ. ആകാശവഞ്ചിയിൽ തന്നെ കയറിയാൽ ഞാൻ തല കറങ്ങി വീഴും. പിന്നെ എനിക്ക് ബോധം ഉണ്ടാവില്ല 10 മിനിറ്റത്തേക്ക്. പിന്നെ ഞാൻ ഇതിൽ പോയി അങ്ങനെ പോണു. ഞാൻ അങ്ങനെ പോയി അങ്ങറ്റം വരെ എത്തി. അവിടെ നിന്ന് പിന്നെ ആ ചേട്ടന്മാർ കാറ്, ഒരു ബൈക്കുണ്ട്, അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ബൈ ഗായ്സ്. അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം.